Hey guys, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ ഇസ് അബൌട്ട് മൈ ലൈഫ് അപ്ഡേറ്റ്സ്. അതായത് ആസ് എ +2 ഗ്രാജുവേറ്റ് എൻ്റെ ലൈഫിൽ ആഫ്റ്റർ മാർച്ച് നടന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. നോട്ട് ഗോണ ലൈ, കുറച്ചധികം പറയാനുണ്ട്. സം ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഉണ്ട് പറയാൻ. ലൈക്ക് എൻ്റെ എൻട്രൻസ് CUET എക്സാംസിനെ പറ്റിയിട്ട് അവിടുത്തെ ഒരു ഇൻസിഡൻറ്റ്, പിന്നെ മാർക്കിൻ്റെ കാര്യം ഞാൻ പറയാം, പിന്നെ ലൈക്ക് +2 മാർക്കിൻ്റെ കാര്യം പറയാം, പിന്നെ സ്നേക്സ് ദറ്റ് ഐ റെക്കഗ്നൈസ്ഡ് ഇൻ ദിസ് വെക്കേഷൻ പീരീഡ്. കൂടെ നടന്നിട്ട് ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണെന്ന് വിചാരിച്ച കുറച്ച് സ്നേക്സിൻ്റെ കഥകൾ പറയാനുണ്ട്, ഒരു സ്നേക്കിൻ്റെ കഥ പറയാനുണ്ട്, പിന്നെ കോളേജ് സ്റ്റഫ്സ് പറയാനുണ്ട്. അങ്ങനെ കുറച്ച് ലൈഫ് അപ്ഡേറ്റ്സ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. സോ ഗ്രാബ് സം പോപ്കോൺസ്, ഗ്രാബ് സം ഡ്രിങ്ക്സ്, സിറ്റ് ഡൗൺ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. സോ ആദ്യം തന്നെ +2 മാർക്ക് പറയാണ്ട് ശരിയാവില്ലല്ലോ. സോ +2 മാർക്ക് പറയാം. എൻ്റെ +2 പെർസെൻറ്റേജ് പറയാം. 88% ആണ്, 4A+. ഓക്കെ, ആൻഡ് ഐ എം പ്രിറ്റി ഹാപ്പി. ഐ എം വെരി ഹാപ്പി അബൌട്ട് ദ മാർക്സ് ഐ ഗോട്ട്. കാരണം നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവില്ല നമുക്ക് ഇത്ര മാർക്ക് കിട്ടും എന്നുള്ളത്. ഞാൻ 4A+ തന്നെയാണ് എൻ്റെ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് മാർക്ക് പോയത് ഇൻ ഫിസിക്സ് ആൻഡ് മാത്സ്. അപ്പോൾ അത് പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് സബ്ജക്റ്റാണ്. അതിൽ ഞാൻ മാക്സിമം വർക്ക് ചെയ്ത് നോക്കിയാലും സ്റ്റിൽ ഗ്ലാഡ് ദാറ്റ് ഐ ഗോട്ട് അത്ര മാർക്ക്. ഓക്കെ, നോട്ട് ബാഡ്. കാരണം ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സിലും എക്സെപ്റ്റ് ദാറ്റ് 2 സബ്ജക്ട്സ് ബാക്കി എല്ലാത്തിനും എനിക്ക് 180 അബവ് തന്നെ മാർക്സ് ഉണ്ട്. സോ അതിലെടുത്ത എല്ലാ എഫർട്ടും ഞാൻ ഇതിലും കൊടുത്തിട്ടുണ്ട്, മേ ബി മോർ. ബട്ട് സ്റ്റിൽ ഐ എം ഹാപ്പി ദ വേ ഇറ്റ് ടേൺഡ് ഔട്ട്. ആൻഡ് യാ, ലൈക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്ത മാർക്കാണ്ട് തന്നെ ഒരു ഡിസപ്പോയിൻറ്റഡ് ഫീലിംഗ് ഒന്നും ഉണ്ടായില്ല. ഐ എം പ്രിറ്റി പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഓക്കെ, സോ അതാണ് +2 മാർക്സിൻ്റെ സംഭവം. പിന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോ വാസ് റിവ്യൂ വീഡിയോ, എക്സാം റിവ്യൂ വീഡിയോ. അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തില്ല? അത് കഴിഞ്ഞിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഐ വാസ് പ്രിപ്പയറിംഗ് ഫോർ CUET. ഫോർ ദോസ് ഹു ഡോണ്ട് നോ, അങ്ങനെ സത്യം പറഞ്ഞു ഭയങ്കര എല്ലാവർക്കും അറിയുന്ന ഒരു എക്സാം അല്ല CUET സംഹൗ. പക്ഷേ ഐ തിങ്ക് എവരി വൺ ഷുഡ് നോ അബൌട്ട് ദിസ്. CUET എന്ന് പറയുന്നത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം, ഇഫ് ഐ ആം റൈറ്റ്. അതായത് നമ്മുടെ ഓൾ ഓവർ ഇന്ത്യയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലോട്ടൊക്കെ ഉള്ള ഒരു എക്സാമാണ്. മുമ്പൊക്കെ ഇതൊക്കെ ഓരോ യൂണിവേഴ്സിറ്റി ഓരോ എക്സാമായിട്ട് കണ്ടക്ട് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ആ മാർക്ക് വെച്ചിട്ട് CUETയുടെ മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ അതായിരുന്നു, എൻ്റെ പ്ലാൻ A എന്ന് പറയുന്നത് അതായിരുന്നു. സോ എൻ്റെ ബെസ്റ്റ് എഫേർട്ട് കൊടുത്തിട്ടാണ് അതിന് പ്രിപ്പയർ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. എൻ്റെ എക്സാം വരുന്നത് മെയ്യിലായിരുന്നു. എൻ്റെ എക്സാം മെയ് ലാസ്റ്റ് വീക്കായിരുന്നു. ഓക്കെ, സോ ആ ഒരു ഓൾമോസ്റ്റ് മാർച്ച് കഴിഞ്ഞ് ഒരു ഏപ്രിൽ ഫുള്ളും ഓൾമോസ്റ്റ് മെയ് ഫുള്ളും ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു ഞാൻ. സോ ഐ വാസ് പ്രിറ്റി ബിസി അബൌട്ട് ഇറ്റ്. ആൻഡ് യാ, അതാണ് CUETനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് വാട്ട് വാസ് ദ ഇൻസിഡൻറ്റ് അത് ഞാൻ പറയാം. അതായത് CUETയുടെ സെൻറ്ററിൽ നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. സോ ഇറ്റ്സ് ബിറ്റ് ഓഫ് ലൈക്ക് സ്റ്റോറി ടൈം. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ഗുഡ് സ്റ്റോറി ടു. എനിക്കത്ര ഗുഡായിട്ട് തോന്നിയില്ല. ഇത് എൻ്റെ ഇൻസിഡൻ്റ് ആട്ടോ. ഞാനാണ് എൻ്റെ മെയിൻ ക്യാരക്ടർ. മേ ബി അങ്ങനെ പറയാം. എൻ്റെ ഒരു തേർഡ് പേഴ്സണായിട്ട് വാച്ച് ചെയ്തല്ല, എനിക്ക് എന്താ പറയുക, എനിക്ക് നടന്ന സംഭവമാണ്, അങ്ങനെയാണ് പറയാം. വോട്ടെവർ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? എൻ്റെ ഫസ്റ്റ് എക്സാം വാസ് ഓൺ 25th. ഓക്കെ, മെയ് 25th. കെമിസ്ട്രി മാത്സ് ആയിരുന്നു എനിക്ക് എക്സാം ഉണ്ടായിരുന്നത്. സോ ഫസ്റ്റ് ടൈം ഞാൻ എക്സാം ചെയ്താൽ പോയി. ഏതൊരു എക്സാം അതിന് മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇതാണ് ആദ്യം ഒരു നാഷണൽ ലെവൽ എക്സാമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ പോയി. അവിടെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇരുന്നു. എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് എക്സാം വാസ് മാത്സ്. ഓക്കെ, സോ ഒരു എക്സാമിന് 60 minutes ആണ് സമയം. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത സബ്ജക്റ്റിലോട്ട് എന്താ പറയുക, ഈ സ്ക്രീൻ പോവും. സോ ഫസ്റ്റ് എക്സാം വാസ് മാത്സ്. മാത്സിൽ 2 സെക്ഷനായിട്ടാണുള്ളത്, സെക്ഷൻ A ആൻഡ് സെക്ഷൻ B. ഓക്കെ, സോ ഞാൻ സെക്ഷൻ A കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 25 minutes ബാക്കിയുള്ള സമയത്താണ് എനിക്ക് സെക്ഷൻ B ചെയ്യാനുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഓക്കെ. എനിക്ക് സെക്ഷൻ B ഞാൻ ചൂസ് ചെയ്തിട്ട് എനിക്ക് ഓപ്ഷൻസ് നിൽക്കാൻ പറ്റുന്നില്ല. സോ അപ്പോൾ തന്നെ ഞാനായിട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ നിൽക്കാണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ എനിക്കൊന്നും കിട്ടുന്നില്ല. എനിക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ക്ലിക്ക് ചെയ്യാൻ മീൻസ് എനിക്ക് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ക്വസ്റ്റ്യൻസ് കാണാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഇൻവിജിലേറ്റർ. സോ അവിടെ കുറച്ചൊരു വലിയ ഹാളാണ്, ഓരോരുത്തർക്കും ഓരോ മോണിറ്റർ ആൻഡ് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നു, ഒരുപാട് ഇൻവിജിലേറ്റേഴ്സ്. ഒരു ഏരിയയിലോട്ട് ഒരു ഇൻവിജിലേറ്റർ വഴി അങ്ങനെ അത് അവരിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വരും, അങ്ങനെയാണ്. സോ ഒരു ഇൻവിജിലേറ്റർ അവിടെ ഉണ്ടായിരുന്നു. ആൾ ഞാൻ വിളിച്ചിട്ട് ഈ കാര്യം എൻ്റെ മോണിറ്റർ, അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അതിങ്ങനെ കാണിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇതാണ് സംഭവം, എനിക്ക് ക്വസ്റ്റ്യൻസ് കാണാം, ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിപ്പോൾ എൻ്റെ സെക്ഷൻ A കഴിഞ്ഞു, സെക്ഷൻ Bയിലോട്ട് പോകണം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ദ ഇൻസ്ട്രക്ഷൻസ് വർ വെരി ക്ലിയർ, വർ ക്രിസ്റ്റൽ ക്ലിയർ. എൻ്റെ മാക്സിമം എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഷീ ഗേവ് മീ ദ റോങ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ആൾ പറഞ്ഞു അത് ടൈം കഴിയണം, ആ ടൈമർ കഴിഞ്ഞാലാണ് അടുത്ത സെക്ഷനിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് എന്തോ എന്തെങ്കിലും തോന്നിയിട്ട് ഞാൻ രണ്ടാമത് കൺഫേം ചെയ്തു. അപ്പോൾ ഈ സെക്ഷൻ Aയിൽ നിന്ന് സെക്ഷൻ Bയിലോട്ട് പോകണമെങ്കിൽ ടൈമർ തീർന്നിട്ടാണോ പോകാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതെ, ആ ടൈമർ കഴിഞ്ഞിട്ടാണ് പോകാൻ പറ്റുള്ളൂ. ഈ എക്സാം നടക്കുന്നത് മെയ് ലാസ്റ്റ് വീക്കാണ്. മെയ് 11th തൊട്ടിട്ട് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഐ തിങ്ക് എല്ലാ ദിവസവും എക്സാം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇത്രയും എക്സാംസ് കഴിഞ്ഞു. ഓക്കെ, സോ
ഞാൻ വിചാരിക്കുന്നത് എന്താ, ഒരു നാഷണൽ ലെവൽ എക്സാം നടക്കുകയാണ്. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻവിജിലേറ്റേഴ്സ്, അതിന് പ്രാക്ടീസ് കൊടുത്ത് അതിനുവേണ്ടി ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഇൻവിജിലേറ്റേഴ്സ് ആയിരിക്കും അവിടെ വന്നിരിക്കുന്നതെന്നാണ്. ആൻഡ് എന്താ പറയുക, ഇതിന് വേണ്ടിയിട്ടുള്ള അതായത് അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഒരു ബേസിക് സംഭവമാണ്. ഒരു ഓപ്ഷൻ ഞെക്കാ സംഭവങ്ങളൊക്കെ ഒരു ബേസിക് സംഭവങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്ന, പിന്നെ ഇത്രയും എക്സാംസ് എന്താ പറയുക കഴിഞ്ഞു പോയി. സോ എന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ ബേസിക് സംഭവങ്ങളൊക്കെ അറിയാമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ അവിടെ ഇരിക്കുന്നത്. ആൻഡ് നോട്ട് ദ പോയിന്റ്, ഒരു നാഷണൽ ലെവൽ എക്സാമിനേഷനാണ്. നാഷണൽ ലെവൽ എക്സാമിനേഷൻ്റെ സ്ഥിതിയൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ. ഓരോ എക്സാം, നീറ്റ് ആയിക്കോട്ടെ, CUET ആയിക്കോട്ടെ, ഒരു ഇൻസിഡൻറ്റ് വന്നു, റീനീറ്റ് ആയിക്കോട്ടെ, നമ്മൾ കാണുന്നുള്ള സംഭവങ്ങളാണ്. സോ അങ്ങനെ ഇൻസ്ട്രക്ഷൻ പറഞ്ഞു. ദിസ് വാസ് ദ റോങ് ഇൻസ്ട്രക്ഷൻ. ടൈം കഴിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. അറിയാവുന്ന ആൾ, ഇൻവിജിലേറ്റർ, ഓക്കെ, നാഷണൽ ലെവൽ എക്സാമിനേഷൻ, ഇത്ര എക്സാം കഴിഞ്ഞു, മസ്റ്റ് ആളെന്താ ചെയ്യുന്ന ആൾക്കറിയാമായിരിക്കും. മൈ ഇൻസ്ട്രക്ഷൻസ് വർ വെരി ക്ലിയർ. ഓക്കെ, ഞാൻ മോണിറ്ററിൽ കാണിച്ചു കൊടുത്തിട്ടാണ് ഓരോന്ന് ചോദിക്കുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ടൈം കഴിഞ്ഞിട്ട് നേരെ പോയത് കെമിസ്ട്രിയിലോട്ടാണ്. സോ എൻ്റെ മാത്സ് എനിക്ക് ഇനി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് കെമിസ്ട്രിയുടെ ഇൻ്റർഫേസ് തുറന്നു വന്നു. ആൻഡ് അതിന് ചെയ്യണം, അതിൻ്റെ ടൈമർ തുടങ്ങി. അപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി. അപ്പോഴത്തേക്കും വേറൊരു ഇൻവിജിലേറ്റർ വന്നു. ആ ഇൻവിജിലേറ്ററിനോട് ഞാൻ ചോദിച്ചു, ഇതാണ് സംഭവം, ഇങ്ങനെയാണ് വന്നത്, ഇങ്ങനെ സെക്ഷൻ A സെക്ഷൻ B കാര്യം പറഞ്ഞു. എന്നോട് മറ്റേ ഇൻവിജിലേറ്റർ പറഞ്ഞത് ഈ ടൈം കഴിഞ്ഞാൽ അത് വരും എന്നാണ്, അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ആളുടെ മുഖം നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി, സംഭവം ആൾക്ക് ഒരു പിടുത്തമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതോടെ എനിക്ക് ടെൻഷൻ കൂടി. സംഭവം അവിടെ ഇരിക്കുന്ന ആർക്കും, ഇൻവിജിലേറ്റേഴ്സ് ആർക്കും എനിക്ക് തോന്നുന്നുള്ളൂ അതിനെക്കുറിച്ച് അറിയുമെന്ന്. ഐ ഡോണ്ട് നോ. ഓക്കെ, അങ്ങനെ ആൾ പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ട് ഞാനത് പറയാം, ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഈ എക്സാം അറ്റൻഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. കെമിസ്ട്രി സംഭവം ഫെൽറ്റ് ഈസിയാണ്, പറയാൻ പറ്റില്ല. നെഗറ്റീവ് മാർക്സ് ഞാൻ നോക്കിയിട്ടില്ല. ഓൾദോ പ്രൊഫഷണൽ കീ ഇറക്കിയിട്ടുണ്ടെങ്കിലും കെമിസ്ട്രി നോക്കാനുള്ളൊരു ഇതുണ്ടായില്ല. ബാക്കിയൊക്കെ ഞാൻ നോക്കിയായിരുന്നു. മാത്സ് ഞാൻ നോക്കിയില്ല, കാരണം അറിയാലോ. ആകെ ഓൾമോസ്റ്റ് എന്തോ ഒരു 19 ക്വസ്റ്റ്യൻസോ 9 ക്വസ്റ്റ്യൻസ് ആണോ എന്തോ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. 19 ക്വസ്റ്റ്യൻസ് ആണോ എനിക്ക് ഓർമ്മയില്ല. എത്ര ക്വസ്റ്റ്യൻസ് ആണോ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ ഔട്ട് ഓഫ് 50 ക്വസ്റ്റ്യൻസ്. ആൻഡ് അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ കെമിസ്ട്രി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. അത് അത്യാവശ്യം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. ആൻഡ് ഒരു 30 മിനിറ്റ്സ് ബാക്കിയുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ വേറൊരു ഇൻവിജിലേറ്റർ, ഈ 3 പേരും 3 ഡിഫറെൻറ്റ് പീപ്പിളാണ്. വേറൊരു ഇൻവിജിലേറ്റർ വന്നു. ആളോട് ഞാൻ ഈ സെയിം സംഭവം പറഞ്ഞു, എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു, എൻ്റെ ഈ മാത്സിൻ്റെ സംഭവം എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഒരു ഐഡിയ ഇല്ല. ആളിങ്ങനെ സ്റ്റക്കായി നിൽക്കുക. അപ്പോഴത്തേക്കും എനിക്ക് ടെൻഷൻ കൂടി. അപ്പോഴത്തേക്ക് രണ്ടാമത് വിളിച്ച ഇൻവിജിലേറ്റർ വന്നു. ആൾ പറഞ്ഞു, ഇത് അവിടെ ആക്ച്വലി ഒരു ബോക്സ് ഉണ്ടായിരുന്നു, അത് ക്ലിക്ക് ചെയ്താലാണ് സെക്ഷൻ B നമുക്ക് ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള ഇതുണ്ടായുള്ളൂ, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ അതുകൊണ്ടല്ല, അത് അറിയാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളോട് ഓരോ ഇൻവിജിലേറ്ററിനെ വിളിച്ച് ഞാൻ ചോദിച്ചാൽ ഫസ്റ്റ് ഇൻവിജിലേറ്ററോട് ചോദിച്ചത്, എനിക്ക് ഇങ്ങനെയുള്ളൊരു ഇൻസ്ട്രക്ഷൻ അല്ലല്ലോ തന്നത്, എനിക്ക് തന്ന ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ്ലി റോങ് ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ തന്നെ അവർ അപ്പോളജൈസ് ചെയ്തു. ഈ പറയുന്ന മാം അല്ല എനിക്ക് ഇൻസ്ട്രക്ഷൻ തന്നത്. ഓരോ അവർ അപ്പോളജൈസ് ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള, എന്നിട്ട് അവർ അഡ്മിറ്റും ചെയ്തു, ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്കാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ അപ്പോഴത്തേക്കും എൻ്റെ എന്താ പറയുക കണ്ണൊക്കെ നിറഞ്ഞ്, എന്താ പറയുക, ഞാൻ മൊത്തത്തിൽ ഡൗണായി. ഭാഗ്യത്തിന് ആ മാം പറഞ്ഞു, നേരത്തെ അന്വേഷിച്ചാണ്, പിന്നെ ടെൻഷൻ ഒപ്പിക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ് എനിക്കിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു, എക്സാം കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞത്. അങ്ങനെ അപ്പോഴത്തേക്കും അടുത്ത മാം, ആദ്യം വന്ന എനിക്ക് റോങ് ഇൻസ്ട്രക്ഷൻ തന്ന മാം വന്നിട്ട് പറഞ്ഞു എന്നോട്, ഞാനിങ്ങനെയല്ലോ പറഞ്ഞ ഈ ടൈം കഴിഞ്ഞിട്ടാണല്ലോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോഴും ആൾക്ക് മനസ്സിലായിട്ടില്ല ആൾ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് പൊട്ട തെറ്റുന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതല്ലല്ലോ അവർ പറയുന്നത്, മറ്റേ ഇൻവിജിലേറ്റർ പറയുന്നത് ഇതല്ലല്ലോ, നിങ്ങൾ രണ്ടുപേരും പറയുന്ന ഇൻസ്ട്രക്ഷൻ വേറെ അല്ലല്ലോ, ഞാൻ ചോദിച്ചത് ഇതാണ്, എനിക്ക് തന്ന ഇൻസ്ട്രക്ഷൻ തെറ്റാണ്, നിങ്ങൾ കാരണം എനിക്ക് എക്സാം എഴുതാൻ പറ്റാണ്ടായില്ലേ. അപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര റേസ് ചെയ്തെന്നല്ല സംസാരിച്ചത്. ഒരു ചെറിയ ടോൺ. ഒന്നാമത്തെ കാര്യം ഞാൻ ഓൾറെഡി അപ്പോഴത്തേക്കും കണ്ണൊക്കെ നിറഞ്ഞ് ആകെ മൊത്തം ഞാൻ ഡൗൺ ആയി. അപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെ അവിടെ സംസാരിക്കാൻ പറ്റും. പിന്നെ ഒരു എക്സാം നടക്കുകയാണ്, അപ്പോൾ അതിൻ്റേതായി നമ്മളൊരു പാലിക്കണമല്ലോ. അങ്ങനെ ഞാൻ അപ്പോൾ പറഞ്ഞു, സോറി കുഴപ്പമില്ല, ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, അവസാനം ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കും ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയി. കാരണം എന്താ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ പിന്നെ വീട്ടിലിങ്ങനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അവിടെ ആരെങ്കിലും ഒഫീഷ്യൽസ് ഉണ്ടെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അവിടെ നിൽക്കുന്ന ഒരു ഒഫീഷ്യൽ പോലെയുള്ള ആളെ വിളിച്ച് ഞാൻ ചോദിച്ചിട്ട് അവിടെ നിന്ന് ഒരു ആക്ഷനും ഇല്ല. വന്ന് കഥ കേട്ട പോലെ കേട്ടു പോയി. ഓക്കെ, നമ്മളെ തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല. എങ്ങനെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവർ ഇഗ്നോർ ചെയ്തിട്ട് പോയി. ഓക്കെ, അതിനുശേഷം ദ ഇൻസിഡൻറ്റ് ഹാപ്പൻഡ് ഇൻ കുട്ടമശ്ശേരി. ബൈ ദ വേ, കുട്ടമശ്ശേരിയിൽ എക്സാം സെൻറ്ററിലാണ് ഈ സംഭവം സംഭവിച്ചത്. അങ്ങനെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങൾ NTA ഇങ്ങനെ മെയിൽ അയക്കിയ കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മെയിൽ അയച്ചു. ഞാൻ അന്ന് തന്നെ മെയിൽ അയച്ചാൽ അത്രയും പറ്റുമെന്ന് പറഞ്ഞു. അന്ന് തന്നെ മെയിൽ അയച്ചു. ആൻഡ് അവിടെ നമുക്ക് ഇതുവരെ റെസ്പോൺസ് ഇല്ല. NTA 3 ഇമെയിലോട്ട് മെയിൽ അയച്ചു. നമ്മുടെ പ്രോബ്ലം പറഞ്ഞു, നമ്മുടെ അഡ്മിറ്റ് കാർഡ് സബ്മിറ്റ് ചെയ്തു, അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ മെയിൽ അയച്ചു. ഇതുവരെ ഒരു രീതിയിലുള്ള റിപ്ലൈയും വന്നിട്ടില്ല. സോ വിച്ച് ഈസ് പ്രിറ്റി, നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ റിപ്ലൈ വന്നാൽ അത് ആക്ച്വലി എത്ര ഓഫനായിട്ട് നമുക്ക് റിപ്ലൈ വരില്ല. ഒരു ലാർജ് സം ഓഫ് പീപ്പിളിനൊക്കെ സംഭവിച്ചിട്ടാണ് അങ്ങനെ ഒരു തിരിച്ചിട്ട് അങ്ങനെ ഒരു ആക്ഷൻ എടുക്കുക.
സോ ഇതിപ്പോൾ എല്ലാവരും അവിടെ നടന്ന എല്ലാവർക്കും ഇതേപോലെ സംഭവമാണ്. അതായത് എൻ്റെ കൂടെ ഇരുന്ന എല്ലാവരും ഇതേപോലെ ആണോ എന്നുള്ളതും എനിക്കറിയില്ല. കാരണം ഒരു ചിലവർ സീരിയസ് ആയിട്ട് എക്സാം എഴുതാൻ വരുന്നത്, പിന്നെ ജസ്റ്റ് ഒന്ന് എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വരുന്ന 2 ടൈപ്പ് ആൾക്കാരാണ് എക്സാം എഴുതാൻ വരുന്നത്. അപ്പോൾ ചിലവർ ലൈക്ക് നമ്മൾ ചോദിക്കുമ്പോഴാണ് ഇല്ല ജസ്റ്റ് വെറുതെ അറ്റൻഡ് ചെയ്താൽ വരുന്നതാണ്. സോ അതുകൊണ്ടാണോ ഇനി ഒരു ആക്ഷൻ എടുക്കാത്തത് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല വേറെ ആൾക്കാർക്ക് ഇതേപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാവണം. പക്ഷെ അറിയില്ലല്ലോ, നമുക്ക് ആരും അവിടെ അറിയില്ല, എന്നെ പരിചയമുള്ള ആരും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവരോടൊന്നും ചോദിക്കാൻ നമുക്ക് പറ്റുന്നില്ല. പിന്നെ എക്സാമിന് ശേഷം പിന്നെ ചോദിക്കാനുള്ള മെൻറ്റാലിറ്റിയിലും ആയിരുന്നില്ല. അങ്ങനെ പിന്നെ മെയിൽ വെച്ചിട്ട് നമുക്ക് ഒരു രീതിയിലുള്ള റിയാക്ഷൻ ഉണ്ടായില്ല. അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് അവിടുത്തെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അവിടെ ഒരു ഹെഡ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ആ ഒരു കമ്പനിയാണ്, ഇങ്ങനെ ഈ എക്സാം സെൻറ്ററിൽ ഉള്ള ഇൻവിജിലേറ്റേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഹെഡുണ്ട്. ആളുടെ നമ്പർ നമുക്ക് കിട്ടി. ആളെ വിളിച്ചിട്ട് നമ്മൾ ഈ കാര്യം പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ എക്സാം എഴുതാൻ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ട്, അത് ഇൻഫോം ചെയ്യാനാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. ആളെന്നോട് ആദ്യം ചോദിച്ച കാര്യം എങ്ങനെ എൻ്റെ നമ്പർ കിട്ടി, അത് മാത്രമാണ് ആൾ എന്നോട് ചോദിച്ചത്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നമ്പർ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾ ഓക്കെ എന്ന് പറഞ്ഞു. അത് മാത്രമേ പറഞ്ഞുള്ളൂ, ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ആൾ സംഭവം കേട്ടിട്ട് ഓക്കെ എന്ന് പറയാമെന്നല്ലാണ്ട് വേറെ രീതിയിൽ നമ്മുടെ റോൾ നമ്പർ ചോദിക്കോ, നമ്മുടെ അഡ്മിറ്റ് കാർഡിലെ നമ്പർ ചോദിക്കോ, സീറ്റ് നമ്പർ ചോദിക്കോ, ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം പിന്നെ ഒരു ആൻസർ ഉണ്ടായിട്ടുമില്ല. നമ്മൾ ഈ നമ്പർ തന്ന അവിടെ നിന്ന് നമ്മൾ അതായത് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ, നമ്പർ തന്ന ആളുടെ അല്ലാന്ന് തോന്നുന്നു, നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള, അതായത് ഈ ഇൻവിജിലേറ്റേഴ്സിന് ഒരു രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നില്ല എന്നാണ് നമ്മൾ കേട്ടത്. ഇവരൊരു മെസ്സേജ് ഇടും, ആരൊക്കെയാണോ ഫ്രീ അവർ വന്ന് ഇൻവിജിലേറ്റേഴ്സായിട്ട് നിൽക്കാമെന്നല്ലാതെ വേറെ രീതിയിലുള്ള ട്രെയിനിങ് ഇതിന് വേണ്ടി കൊടുക്കുന്നില്ല. ഒരു നാഷണൽ ലെവൽ എക്സാമാണ് ഈ നടക്കുന്നത്. ഇതേപോലെ ഒരു ഇൻസിഡൻസ് കാരണം നമ്മളിങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട്, അതായത് വേറെ ആൾക്ക് ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട്, നമ്മൾ ഡെയിലി കുട്ടികൾ കാണുന്നതാണ്, എല്ലാവരും ഇതേപോലെ കരഞ്ഞൊക്കെ ചിലപ്പോൾ ഇറങ്ങുന്നവരുണ്ടാവും, അവരുടേതായ വിഷയമില്ലാത്തതുകൊണ്ടൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ടൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, ഇതിനും വൃത്തിയായിട്ട് ചെറിയ എക്സാംസ് നടത്തുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ലൈക്ക് എനിക്ക് ആ മാത്സ് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഏറ്റവും വിഷമം എന്ന് വെച്ചാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നോക്കാൻ പറ്റുമല്ലോ. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം, ഓപ്ഷനാണ് ഞെക്കാൻ പറ്റാത്തത്. എനിക്ക് അറിയുന്ന ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് വിഷമമായി പോയത്. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ അതിന് വേണ്ടി പോയത്. അപ്പോൾ അതാണ് വിഷമം. പിന്നെ എന്താ പറയുക, ഞാൻ എന്താണ് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഈ എക്സാം, ഈ മാത്സ് ഉൾപ്പെടെയുള്ള എക്സാം അറ്റൻഡ് ചെയ്താലായിരുന്നു എനിക്കിന് ഡ്രീം യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് സീറ്റ് കിട്ടുള്ളൂ. ഒന്നാമത് ഹൈ കോമ്പറ്റീഷൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അതേ കൂടെ മാർക്കും കൂടി കുറഞ്ഞ് എനിക്ക് കിട്ടാനുള്ള ചാൻസസ് വെരി ലോ. ഓക്കെ, അതും ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ഞാൻ നോക്കുന്നത്. സോ എൻ്റെ ഡ്രീം യൂണിവേഴ്സിറ്റി പോയി കിട്ടി. അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഇനി ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ ഇതിനുള്ള റിപ്ലൈ ഇതിന് കിട്ടുമെന്ന് പറയാൻ വേണ്ടി അവിടെ നിന്നൊരു ഇതൊന്നുമില്ല, എവിടെ നിന്നും ഒരു രീതിയിലുള്ള നമുക്കൊരു റിപ്ലൈ ഒന്നും വന്നിട്ടില്ല, അതിനുള്ള ആക്ഷൻസ് ഒന്നും എടുത്തിട്ടില്ല. അതിനുശേഷം പിന്നെ ഞാൻ അടുത്ത എക്സാമിന് പോയി. അതായത് 28-നായിരുന്നു എക്സാം. അന്ന് പെരുന്നാളായതുകൊണ്ട് എക്സാം മാറ്റി വെച്ചിട്ട് അതെന്നാക്കി 31st ആണെന്നാണ് എൻ്റെ ഓർമ്മ. 31st എക്സാം മാറ്റി വെച്ചു. 31st എക്സാം പോയപ്പോൾ ഞാൻ ഈ ഇൻവിജിലേറ്ററുടെ കൺമുന്നിൽ തന്നെ ചെന്ന് ഞാൻ പെട്ടു. പക്ഷെ അന്ന് ആൾ പറഞ്ഞു, എന്താ പറയുക, ആൾക്കതിനെക്കുറിച്ച് ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്, ആളുടെ സൈഡിൽ നിന്നുള്ള ഒരു എന്താ പറയുക റോങ് ഇൻഫർമേഷൻ കാരണമാണല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്താ പറയുക, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അല്ലാതെ തന്നെ ഞാൻ പിന്നെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. കാരണം പാസ്റ്റ് നമുക്ക് അവിടെ ഒരു രീതിയിലുള്ള ആക്ഷൻ എടുക്കാൻ പറ്റില്ല. പിന്നെ ആലോചിക്കുകയാണെങ്കിൽ അവരെ മാത്രം നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിനിങ് കൊടുക്കേണ്ട ഒരാളുണ്ട്. ലൈക്ക് എന്താ പറയുക, മേലെ നിന്ന് അവർക്കൊരു ട്രെയിനിങ് കൊടുത്തിട്ട് വേണം അവരെ വിടാൻ. ഓക്കെ, അപ്പോൾ അവരുടെ മാത്രം മിസ്റ്റേക്ക് ആണെന്നൊക്കെ പറയാനും പറ്റില്ല. പക്ഷേ ആളായിട്ട് നമ്മളിങ്ങനെ കുറച്ച് സംസാരിച്ച് ഓക്കെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഞാനും പറഞ്ഞു, ഇങ്ങനെ ഇമെയിലൊക്കെ അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ചെറിയൊരു ടോക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് ആളെൻ്റെ ഈ നമ്മൾ കയറുന്നതിന് മുമ്പ് സീറ്റിലിരിക്കുന്നതിന് മുമ്പുള്ള കുറച്ച് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്താണ്. സോ അങ്ങനെ അത് അടുത്ത എക്സാം വാസ് ഇംഗ്ലീഷ് GAT ആൻഡ് ബയോളജി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ എഴുതിയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് ഇംഗ്ലീഷിനായിരുന്നു. വൊക്കാബുലറി വാസ് ബാഡ്. ഓഫ് കോഴ്സ് വൊക്കാബുലറി ഒന്നും പഠിച്ച് പോയി എന്തെങ്കിലും വന്നാൽ ഭാഗ്യം. എൻ്റെ ഭാഗ്യത്തിന് ഒന്നും വന്നില്ല. അതിന് വൊക്കാബുലറി ഒന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു 113 അത്ര നല്ല മാർക്കുണ്ട്. നോട്ട് ബാഡ്. ആൻഡ് പിന്നെ എന്താ പറയുക, അതാണ് CVTയുടെ കാര്യങ്ങൾ. സോ വിചാരിച്ച പോലെ ഒന്നും അല്ലായിരുന്നു. വളരെ എന്താ പറയുക, ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. എന്താ പറയുക, ഞാൻ ഉദ്ദേശിച്ച കോളേജ്, സ്വപ്നം കണ്ട കോളേജാണ്. ലൈക്ക് 2026 ഫസ്റ്റ് ജാനുവരി തൊട്ടിട്ട് ആ ടൈം തൊട്ടേ നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. CVT കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന് എന്താ പറയുക, ഈ ഡിപ്പാർട്ട്മെൻറ്റിന് ഏറ്റവും ബെസ്റ്റ്, ലൈക്ക് ടോപ്പ് 1-ൽ നിൽക്കുന്ന കോളേജ്, ഈ യൂണിവേഴ്സിറ്റിയാണ് ആ പറയുന്ന യൂണിവേഴ്സിറ്റി. അവിടെ ആണെങ്കിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. ഓക്കെ, ആൻഡ് അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര എന്താ പറയുക ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ചിലപ്പോൾ കിട്ടണം എന്നില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടണം, അത്ര മാർക്ക് വേണം. ഓക്കെ,
ഞാൻ വിഷൻ ബോർഡിലൊക്കെ ആക്കി വെച്ചിരുന്നൊരു സംഭവമാണ്. സോ യാ, അപ്പോൾ അത് വിഷമമുണ്ടായിരുന്നു ഫസ്റ്റ്. പിന്നെ ആലോചിച്ചപ്പോൾ നമുക്ക് ആ ഒരു യൂണിവേഴ്സിറ്റി മാത്രമാണ് നമ്മൾ ഓപ്ഷനായിട്ട് വെച്ചിരുന്നത്. ആ ഒരു ഓപ്ഷൻ പോയപ്പോൾ നമ്മൾ പിന്നെ എക്സ്പ്ലോർ ചെയ്ത് നോക്കിയപ്പോൾ ഒരുപാട് വേറെ കോളേജസൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അതിന് ശേഷം കുഴപ്പമില്ലാന്ന് തോന്നിയ, അല്ലെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റി തന്നെയാണ്. പിന്നെ ഉള്ള 2-3 സ്പോട്സിലുള്ള 2 യൂണിവേഴ്സിറ്റി കിട്ടി. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിലും കോമ്പറ്റീഷൻ ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ കുറച്ചും കൂടി കുറവാണെന്ന് തോന്നുന്നു കമ്പാരിറ്റീവ്ലി. ഫീസും അത്യാവശ്യം കുറവുണ്ട്. പക്ഷേ അതേപോലെ തന്നെ നല്ല പേര് കേട്ട യൂണിവേഴ്സിറ്റി, ചിലർ പറയുന്നത് ദിസ് ഇസ് ബെറ്റർ ദാൻ ദാറ്റ് എന്നൊക്കെ പറയുന്നത്, അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരേ ലെവലിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസ് കിട്ടി. പക്ഷേ ഇതേപോലെ തന്നെ കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷേ ഈ സബ്ജക്റ്റ് വേണ്ട, അതാണ് അവിടുത്തെ ഒരു ഇത്. അപ്പോൾ അതിന് വേണ്ടി പിന്നെ നമ്മൾ വേറെ കോഴ്സ് അതായത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ 2 ഓപ്ഷൻസാണ് ഉണ്ടായത്. അപ്പോൾ ഓപ്ഷൻസ് പറയണോ? എനിക്ക് പറയാം, കുഴപ്പമില്ല. ഞാൻ 2 ഓപ്ഷൻസാണ് എടുത്ത് വെച്ചിരുന്നത്. ഒന്ന് വാസ് സൈക്കോളജി, ഒന്ന് വാസ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഇംഗ്ലീഷിൽ തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. പിന്നെ ഇംഗ്ലീഷ് ഫസ്റ്റ് ഓപ്ഷൻ അല്ലാത്തതിൻ്റെ കാരണം വാസ്, ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ ഞാൻ ടീച്ചിങ് പ്രൊഫഷൻ തന്നെയായിരിക്കും മെയിനായിട്ട് കരിയർ വൈസ് ചൂസ് ചെയ്യും. പ്രോബബ്ലി, അറിയില്ല നമുക്ക്. എൻ്റെ ഈ ലൈഫിൽ സംഭവിച്ച, ഇപ്പോൾ കുറച്ച് നാളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നും വാസ് നോട്ട് പ്ലാൻഡ്, ബട്ട് സംഹൗ ഇറ്റ് ഓൾ പെർഫെക്റ്റ്ലി അലൈൻഡ്. ഞാനൊരു ഭയങ്കര ഫേറ്റിൽ ബിലീവ് ചെയ്യുന്ന ആളാണ്. സോ എൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ എല്ലാം നമുക്ക് തിരക്കില്ലാത്ത രീതിയിൽ തന്നെ നടക്കുന്നത്. സോ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ബാക്ക് ടു വാട്ട് ഐ വാസ് സെയിങ്. അപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ ടീച്ചിങ് ആയിരിക്കും എടുക്കുക പ്രോബബ്ലി. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഓൾമോസ്റ്റ് മിക്കൊരു ടീച്ചേഴ്സാണ്, ഇൻക്ലൂഡിങ് മൈ മോം. എല്ലാവരും ടീച്ചേഴ്സ്. എൻ്റെ സിസ്റ്റർ ടീച്ചറാണ്, ആൻസ് ടീച്ചേഴ്സാണ്. അങ്ങനെ മിക്കവരും ടീച്ചർമാരാണ്, അല്ലെങ്കിൽ ടീച്ചർമാരായിരുന്നു, അങ്ങനെയുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സംതിങ് ഡിഫറെൻറ്റ് ചെയ്യാം എന്നുള്ള സംഭവമാണ്. എനിക്ക് ടീച്ചിങ് പ്രൊഫഷൻ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാൾ ആൻഡ് പീപ്പിൾസ് ഹാവ് സെഡ്, ഞാൻ ട്യൂഷനൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും പറയുമ്പോൾ ടീച്ചിങ് സ്യൂട്ട് ചെയ്യും എന്ന് പറയും. പക്ഷേ ഇതേപോലെ എനിക്ക് എന്തെങ്കിലും അങ്ങോട്ട് ഡു സംതിങ് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സൈക്കോളജി ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെച്ചത്. പിന്നെ പറയാലോ, വെരി പോപ്പുലറായിട്ട് വരുന്നൊരു കോഴ്സാണ്, അത്യാവശ്യം സ്കോപ്പ് ഉണ്ടെന്ന് പറയുന്ന കോഴ്സാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. അങ്ങനെ CUET ചെയ്ത സംഭവം ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി അടുത്ത സംഭവം പറയാം. ഇത് 15-ാം തീയതി, അതായത് ഈ ജൂൺ 15-ന് നടന്നൊരു സംഭവമാണ്. എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഈ ഇത്ര ഒരു ദിവസം കൊണ്ട് ഇത്രയും മാറ്റങ്ങൾ വരുമെന്ന്, ഇത്രയും വലിയൊരു ഡിസിഷൻ എടുക്കേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, സോ CUETയുടെ റിസൾട്ട് വരുന്നത്, അതിൻ്റെ ഡേറ്റ് ഒന്നും റിലീസ് ചെയ്തിട്ടില്ല, എന്നാണ് എൻ്റെ ഇതുവരെ ഇല്ല. സോ ജൂൺ 26 to ജൂലൈ 1st വീക്ക് ആണ് എന്താ പറയുക റിലീസ് ചെയ്യാൻ ചാൻസ് ഉള്ളതെന്ന് പറയുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻസ് ക്ലോസ് ചെയ്തു. നമ്മുടെ നാട്ടിലുള്ള MG യൂണിവേഴ്സിറ്റി, പിന്നെ അങ്ങനെ ഒരുപാട് കോളേജസിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തു. നമുക്ക് ഇനി എൻ്റർ ചെയ്യാൻ പറ്റില്ല. സംഭവം നമ്മളൊരു കോളേജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 80% ആണ് അവിടെ പറഞ്ഞിരുന്നത്. എനിക്ക് 88% ആയതുകൊണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇരുന്നത്. ഇൻഡെക്സ് മാർക്ക് വെച്ച് നോക്കുമ്പോൾ എന്നെക്കാളും ഒരു 800, എനിക്കൊരു 1000 സംതിങ് ആണ് മാർക്ക് ഉണ്ടായത്. എന്നെക്കാളും കുറവ് ഒരു 800 സംതിങ് ഉള്ള കുട്ടികൾക്ക് വരെയും വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടി. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക, കുറച്ച് താഴെയാണ് വന്ന് കിടക്കുന്നത്. ഈവൻ ദോ നമുക്കത്ര എന്താ പറയുക ഇൻഡെക്സ് മാർക്ക് ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം ലോ എന്ന് പറയും, ഭയങ്കര ലോ അല്ല, കാരണം ജസ്റ്റ് താഴെ ഇനിയും പിള്ളേർ കിടപ്പുണ്ട്. അങ്ങനെ അപ്പോൾ ഇത് കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല എന്നുള്ള തീരുമാനത്തിൽ നമ്മളെത്തി. അതുകൊണ്ട് ഇതും ഡിപ്പാർട്ട്മെൻറ്റ് വാസ് വെരി, ഇത് നമുക്കിങ്ങനെ റിസർവേഷൻ ഒന്നുമില്ല ആ കോളേജിൽ. ജനറൽ കാറ്റഗറിയിൽ വരില്ല, അതും കൂടി വന്നാൽ തീർന്നു. ഓക്കെ, കാരണം ഇതെല്ലാം വെരി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ്, നമുക്ക് റിസർവേഷൻ ഒന്നുമില്ല. പിന്നെ എന്താ പറയുക, എല്ലാ മാർക്കുള്ള കുട്ടികളൊക്കെ തന്നെ എനിക്ക് എപ്പോഴും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ കിട്ടാൻ ഭയങ്കര പാടാണ്. റിസർവേഷൻ ഉണ്ടായിരുന്നില്ല നമ്മൾ പിന്നെയാണ് അറിയുന്നത് കേട്ടോ. പിന്നെ വേറൊരു കോളേജിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ സൈറ്റ് ക്രാഷ്, നമ്മൾ അന്ന് അപ്ലൈ ചെയ്തില്ല, നമ്മൾ സാലറി പോട്ടെന്ന് വെച്ചിരുന്നു. പതിയാണ് ടെൻഷൻ കയറി വന്നത്. ജൂൺ 15 അന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടൊരു മീറ്റപ്പിന് പോകാൻ വേണ്ടി നിൽക്കവേ, ഞങ്ങളിങ്ങനെ അന്ന് തലേന്ന് രാത്രിയാണ് പിന്നെ ഇങ്ങനെ ടോക്ക് വന്നത് വീട്ടിൽ. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്, കോളേജൊക്കെ അടിച്ചു പോലെ അവർക്ക് ടെൻഷനായി. കാരണം CUET എന്താവുന്നുള്ളത് നമുക്കറിയില്ല. നമ്മുടെ മാർക്സ് വെച്ച് നോക്കുമ്പോൾ ഡിപ്പെൻസ്, കട്ട് ഓഫ് ഒന്നും അറിയില്ലല്ലോ. കട്ട് ഓഫ് പറഞ്ഞാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് റിസൾട്ട് അനൗൺസ് ചെയ്യണം. പിന്നെ അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ജൂലൈ 1st വീക്ക് എന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇനി അത് CUET കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കോളേജസ് നോക്കലാണല്ലോ. പക്ഷേ അപ്പോഴത്തേക്കും ഉള്ള സ്ഥലത്തൊക്കെ സീറ്റ് അടച്ച് പോയിട്ട് ആൾക്കാരൊക്കെ പെട്ടി കിടക്കൊക്കെ അടച്ച് പൊട്ടിപ്പോകും, നമ്മൾ വീട്ടിലിരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒക്കെ കാര്യം ചെയ്യാൻ നമുക്ക് സീറ്റ് എവിടെയെങ്കിലും നോക്കാമെന്നുള്ളതിലെടുത്തു. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. നോക്കി വന്നപ്പോൾ കുറേ സ്ഥലത്തൊക്കെ അടച്ചു. പിന്നെ ടെൻഷൻ കൂടി. പിന്നെ നമ്മൾ ഒരു കോളേജിൽ നോക്കിയപ്പോൾ അവിടെ മാത്രം ഭാഗ്യത്തിന് വേക്കൻസി ഉണ്ട്. എൻ്റെ സെക്കൻഡ് ഓപ്ഷനായ BA ഇംഗ്ലീഷ്, സൈക്കോളജിക്കില്ല, ഇംഗ്ലീഷിനാണ് വേക്കൻസി ഉള്ളത്. നമ്മൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, ഇംഗ്ലീഷ് എന്തെങ്കിലും കിട്ടട്ടെ, ഒരു പണിയും പോകാണ്ട് ഒന്നും ചെയ്യാണ്ട് ഒരു കോഴ്സ് കിട്ടാണ്ടിരിക്കുന്നതിനേക്കാളും ഭേദമല്ലേ. നമ്മൾ ഓട്ടോണമസ് കോളേജാണ്, പക്ഷെ നമുക്ക് മെറിറ്റിൽ തന്നെ ഭാഗ്യത്തിന് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റി. അലോട്ട്മെൻറ്റ് ഓപ്പൺ ആണെന്നോ രജിസ്ട്രേഷൻ ഓപ്പൺ ആണെന്നോ നമ്മൾ വിളിച്ചു. ഞാൻ അപ്പോൾ അന്ന് തന്നെ ഞാൻ രജിസ്ട്രേഷൻ ഓപ്പൺ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അന്ന് തന്നെ ഇവന്തോ എനിക്ക് പുറത്ത് പോകാനുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു ഓക്കെ ഫൈൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പോവാം എന്നുള്ള രീതിയിലായിരുന്നു. ആൻഡ് നമ്മൾ എന്ത് ചെയ്തു,
അന്ന് അപ്പോൾ തന്നെ ഞാൻ രാവിലെ തന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനുള്ള ഒരുക്കത്തിലൊക്കെ കുളിച്ചൊക്കെ റെഡിയായി നിൽക്കാറുണ്ട്, കുളിച്ച് നിൽക്കായിരുന്നു. പിന്നെ നമ്മൾ വെറുതെ ഒരു ഓവർസൈസ് ഒക്കെ എടുത്തിട്ടിട്ട് റെഡി ആയിട്ടല്ല, ലൈക്ക് പുറത്ത് വേണ്ടിയിട്ട് വെറുതെ ഇവിടെ അടുത്താണ് അക്ഷയ എന്നല്ലേ, അക്ഷയ അല്ലേ, സോറി എൻ്റെ ബ്രെയിൻ പെട്ടെന്ന് ബ്ലാങ്കായി. അപ്പോൾ അങ്ങനെ അക്ഷയയിൽ പോയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ തന്നെ നമ്മൾ ചെന്നിട്ട് അപ്ലൈ ചെയ്തു. ലേറ്റ് ആവണ്ട, കാരണം എന്താ പറയുക, കുറച്ച് വേക്കൻസീസൊക്കെ ഈ പറയുന്ന സീറ്റ് വേക്കൻസി നമുക്ക് അറിയില്ല, കുറച്ച് വേക്കൻസിയൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ നേരെ അക്ഷയ ചെന്നിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കവേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് മിഡിൽ ഓഫ് ഇറ്റ് മോൻ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇന്ന് തന്നെ അവിടെ പോകണം. അതൊക്കെ ഞാൻ ആദ്യം കുറച്ച് ഡൗൺ ആയി, കാരണം എൻ്റെ 2 വർഷം മുമ്പത്തെ ഞാൻ വേറെ സ്കൂളിലായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫ്രണ്ട്സായിട്ടുള്ള മീറ്റപ്പാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല നമുക്ക് പോകാൻ, കാരണം അത്ര ഭയങ്കര ക്ലോസ് ഒരു വലിയ ഗ്യാങ്ങാണ്. സോ നമ്മളിങ്ങനെ ചെറിയ സബ് ഗ്രൂപ്പ് പോലെയൊക്കെ ഉണ്ട്. സോ അതുകൊണ്ടൊക്കെ പിന്നെ ഡ്യൂ ടു അതർ ഇൻസിഡൻസ് എനിക്ക് എത്ര ഇതുണ്ടാകുന്നില്ല. പക്ഷെ എന്നാലും എൻ്റെ സം ഓഫ് മൈ വെരി ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരല്ല, വല്ലപ്പോഴൊക്കെ ചിലപ്പോൾ കാണുകയാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു 5 minutes ഒക്കെ അല്ലെങ്കിൽ 2 minutes ഒക്കെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ മീറ്റ് ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു, നമ്മൾ ഇങ്ങനെ അപ്പോൾ പിന്നെ കോളേജിൽ പോകാം, കാരണം സീറ്ററിന് നോക്കും. അങ്ങനെ പിന്നെ റെഡിയായി കോളേജിൽ പോയി. ആക്ച്വലി എനിക്ക് തോന്നുന്നു അവർ വിചാരിച്ചാൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ എടുക്കാനായിരിക്കുന്നു. പക്ഷേ നമ്മൾ മെറിറ്റിൽ എടുക്കാനെന്ന് പറഞ്ഞപ്പോൾ മാർക്ക് പറഞ്ഞപ്പോൾ ഓക്കെ ഫൈൻ മെറിറ്റിൽ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഷടപടിയെന്നായിരുന്നു എല്ലാം. കയറി അപ്പോൾ തന്നെ അഡ്മിഷൻ കിട്ടുമെന്ന് വെച്ചാൽ അഡ്മിഷൻ എടുത്തു. എന്തോ സീറ്റ് കുറവായിരുന്നു, പിന്നെ എന്തോ കൺവേർട്ട് ചെയ്യുമോ അങ്ങനെ എന്തൊക്കെയാണ് ചെയ്തത്, കാരണം ആ കോട്ടയിലൊന്നും പിള്ളേർ വന്നില്ല. അപ്പോൾ പിന്നെ എനിക്കൊന്ന് ക്ലോസ് ചെയ്യാറായി തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. അങ്ങനെ പിന്നെ കയറി അഡ്മിഷൻ എടുത്തു, ഫീസ് അടച്ചു, ആഡ് ഓൺ കോഴ്സ് എടുത്തു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആൻഡ് നോട്ട് ഗോണ ലൈ, ഭയങ്കര ഓവർവെൽമിംഗ് ആയിരുന്നു എനിക്ക്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെയൊന്നല്ലോ എക്സ്പെക്ട് ചെയ്തത്. എന്തോ മനസ്സിലെന്തോ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ്, ആ ഒരു ഫീലിംഗ്. സംഭവം റിസൾട്ട് വന്നിട്ടില്ല, ഇനി ഫ്യൂച്ചറിൽ നീ ഡിസപ്പോയിൻറ്റഡ് ആവാൻ കിടക്കണമുള്ളൂ. ഇപ്പോഴേ എനിക്ക് ഡിസപ്പോയിൻമെൻറ്റ് എന്നല്ല. പക്ഷെ എനിക്ക് എന്തോ നമുക്ക് ഞാൻ ഉദ്ദേശിച്ച ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള കോഴ്സ് അല്ലല്ലോ, അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ സാരില്ല, ഇനി ചാൻസ് ഉണ്ട്, ഇനി പഠിത്തം വരുന്നുള്ളൂ, ലൈക്ക് ഇനിയിപ്പോൾ ആ റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ, സമയമുണ്ട് നമുക്ക്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഓക്കെ ആയിട്ട്, ഇപ്പോൾ ഓവർവെൽമിങ് സംഭവങ്ങളൊക്കെ മാറി. ഐ വോണ്ട് സേ ഐ എം വെരി എക്സൈറ്റഡ്, ബട്ട് അറ്റ് ദ സെയിം ടൈം നോട്ട് നെർവസ്. എനിക്കറിയില്ല, അങ്ങനെ ഒരു ഫീലിംഗാണ്. അങ്ങനെ അഡ്മിഷൻ എടുക്കാൻ നമ്മുടെ ഒരു ടീച്ചറാണ് നമുക്കിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് അതിങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മുടെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഓക്കെ, സോ അടുത്ത ആഴ്ച ക്ലാസ് തുടങ്ങും. എൻ്റെ കിളിയൊക്കെ പോയി. ഞാനാണെങ്കിൽ അടുത്ത ആഴ്ച എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ഓരോ ഇതിന് ജോയിൻ ചെയ്തു. ഓക്കെ, ഓരോ കോളേജിലൊക്കെ ജോയിൻ ചെയ്താൽ ഓരോ കോളേജിൽ അഡ്മിഷൻ എടുത്തു. ഈ അഡ്മിഷൻ എടുത്ത എല്ലാവർക്കും ജൂലൈ ഓഗസ്റ്റിനുള്ളിലാണ് ക്ലാസ് തുടങ്ങുന്നത്. നമ്മളും ആ ഒരു ടൈമിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇവിടെ ഈ സ്കൂളിലാണെങ്കിൽ ഈ കോളേജിലാണെങ്കിൽ യൂണിഫോമും ഇല്ല കേട്ടോ. കളർ ഡ്രസ്സൊന്നും എനിക്കാണെങ്കിൽ ഒരു 4-5 ഡ്രസ്സ് ഉണ്ടാവും. പിന്നെ പുറത്ത് പോകുന്ന നമ്മൾ ഭയങ്കര ഗേൾ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോകുന്നതുകൊണ്ട് ഇറ്റ് ഡസൻറ്റ് കെയർ വാട്ട് വി വെയർ, എന്തെങ്കിലും ഇട്ട് പോകാമെന്നല്ലാണ്ട്. ഇവൻ ദോ ഐ ആം എ പേഴ്സൺ ഹു ലവ്സ് ടു ഡ്രസ് അപ്പ് ആണെങ്കിൽ പോലും ഒരുപാട് ഡ്രസ്സൊന്നും അങ്ങനെ ഇല്ല എൻ്റെ കയ്യിൽ. പിന്നെ നമ്മൾ യൂണിഫോമിലൊക്കെ അല്ലേ കൂടുതലായിട്ട് പുറത്ത് പോയിരുന്നു. ഇത്രയും നാളെ യൂണിഫോമാണ്. +1 തന്നെ കുറച്ച് നാൾ കളർ ഡ്രസ്സിട്ട് പോയപ്പോഴേ എനിക്ക് എൻ്റെ ചതി മനസ്സിലായത്. ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ഇട്ട് തന്നെ നമ്മൾ പ്രൗഡ്ലി ഒരു ഔട്ട്ഫിറ്റ് റിപ്പീറ്റർ ആയതുകൊണ്ട് പിന്നെ അത് ശരിയില്ല. പിന്നെ ഡ്രസ്സ് വാങ്ങിക്കണം, ബാഗ് വാങ്ങിക്കണം, പൗച്ച് വാങ്ങിക്കണം. എൻ്റെ പൗച്ചൊക്കെ ഞാൻ എൻ്റെ അനിയനൊക്കെ എടുത്ത് കൊടുത്തു. കാരണം വിചാരിക്കുന്നത് ഇനിയിപ്പോൾ സീറ്റിൽ വന്നാൽ പോലും കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുള്ളൂ. ലൈക്ക് എന്താ പറയുക, ഒരു ഓഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് ചിലപ്പോൾ കോളേജ് തുറക്കാണെങ്കിൽ ആ ടൈമൊക്കെ ആകുമായിരിക്കും എന്നുള്ള ഇതിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ സമയമുണ്ടല്ലോ. പൗച്ചില്ല എന്ന് പറഞ്ഞു. എൻ്റെ പൗച്ചെടുത്ത് ഞാൻ കൊടുത്തു. എൻ്റെ കയ്യിൽ ഒരു സാധനമില്ല, ബുക്കില്ല, ഒന്നുമില്ല. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചു, ഇതൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ തോട്ട് പ്രോസസ്സ്. അയ്യോ, അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഒരു ഓവർവെൽംഡ് ഫീലിംഗ് വന്നത്. ഭയങ്കര ഒരു ഓവർവെൽമിങ് അറ്റ്മോസ്ഫിയർ ആണ് അപ്പോൾ തന്നെ പെട്ടെന്ന്. അടുത്ത ആഴ്ച ക്ലാസ് 3 ദിവസം ഓറിയൻറ്റേഷൻ. വളരെ എന്ന് വെച്ചാൽ എനിക്ക് ചേഞ്ച് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇത് പെട്ടെന്നൊരു ചേഞ്ച് വന്നപ്പോഴത്തേക്കും എൻ്റെ കിളിയൊക്കെ പോയി. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അടുത്ത ആഴ്ച ക്ലാസ് സൂപ്പർ. പിന്നെ 3 ദിവസം ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കേട്ടെന്ന് വെച്ചാൽ 5:30 വരെയും ക്ലാസ് ഉണ്ടെന്നാണ്. അത് മാത്രമേ കേട്ടുള്ളൂ. 5:30 വരെ. അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത കിളിയും പോയി. 5:30 വരെ ക്ലാസ്സോ, ഷിറ്റ് എന്നൊക്കെ. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കി 1 മണി തൊട്ടോ എന്നുകൊണ്ടാണ് ക്ലാസ്. അപ്പോൾ ഞാൻ നൈസ്, ഓക്കെ, 4.5 മണിക്കൂറൊക്കെയാണ് അപ്പോൾ എന്താ പറയുക ക്ലാസ് ഉണ്ടാവുള്ളൂ. 4 മണിക്കൂറൊക്കെ ക്ലാസ് ഉള്ളൂ. അപ്പോൾ ഓക്കെ നൈസ്, അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടമായി. പിന്നെ എനിക്ക് കുറച്ചൊരു മോട്ടിവേഷൻ ആയിട്ട് പോകാൻ നോട്ട് ബാഡ്. പിന്നെ എന്താ പറയുക, കോളേജൊക്കെ വലിയ കുഴപ്പമില്ല, വലിയ സീനില്ല. ഞാൻ മുമ്പ് പഠിച്ചൊരു സ്കൂളിൽ ഇതേപോലെ ഒരു കോളേജും സ്കൂളും അടുത്തടുത്തായിരുന്നു. അതേപോലെ ഒരു കോളേജ് സ്കൂളാണിത്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ നൈസ്. അന്ന് പോയ സമയത്ത് ഒരു മനുഷ്യനില്ലാത്ത പോലെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. എല്ലാവരും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അത്യാവശ്യം പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പല ബ്ലോക്ക് പോലെ. അപ്പോൾ ഇങ്ങനെ ക്രൗഡഡ് ആയിട്ട് തോന്നിയില്ല. അത് ഞങ്ങളുടെ പിള്ളേർ ഇപ്പോൾ യുജിയുടെ പിള്ളേരൊക്കെ കയറുന്നതുകൊണ്ട് എനിക്കറിയില്ല എന്താണെന്ന്. പക്ഷേ അധികം ഒരുപാട് പിള്ളേരുള്ള പോലെ തോന്നിയില്ല. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ മേജർ ലൈഫ് അപ്ഡേറ്റ്സ്. വാങ്ങി കൊടുക്കണം അപ്ഡേറ്റ്സ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കോളേജ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്.
വളരെ ക്വിക്കായിട്ടുള്ള ഡിസിഷനായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അതൊന്ന് നോർമലൈസ്ഡ് ആയിട്ട് അതിപ്പോൾ എനിക്കൊരു നോർമൽ ഫീലിംഗ് പോലെ വരുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ റൂമൊക്കെ ഇങ്ങനെ ഓരോ സൈഡിലേക്ക് വാർഡ്രോബ് ഒതുക്കി, എൻ്റെ ഡ്രസ്സിംഗ് ടേബിൾ ഒതുക്കി, അങ്ങനെ ഓരോന്നൊക്കെ ഒതുക്കി വരുന്നുള്ളൂ. അത് സ്ലോ പ്രോസസ്സായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ പെട്ടെന്ന് വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഷോപ്പിംഗ് സാധനങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പ്രോബബ്ലി ഓൺലൈൻ, അല്ലെങ്കിൽ ഞാൻ ത്രിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന എവിടെയും പോയിട്ടാണെങ്കിൽ ഞാൻ ത്രിഫ്റ്റ് ചെയ്തിട്ട് സാധനങ്ങൾ എടുക്കാമെന്ന് വിചാരിക്കണം. കാരണം ക്ലോത്ത്സ് ആർ എക്സ്പെൻസീവ് ബ്രദർ. ഓൺലൈനും അത്യാവശ്യം പൈസ ഉണ്ട്. ഒരു 7 സാധനം വാങ്ങിച്ചപ്പോൾ തന്നെ 1500 രൂപ വാങ്ങിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ കാട്ടിലായിട്ട് പൈസ വെക്കുമല്ലോ, ഒരു 1500 രൂപയായി. അങ്ങനെയൊക്കെ. പിന്നെ വേറെ അപ്ഡേറ്റ്സ് മീൻസ് ഇപ്പോൾ 18 അതിനിടയ്ക്ക് വെക്കേഷൻ ടൈമിലാണ് എനിക്ക് 18 ആയത്. സോ ബർത്ത്ഡേ വാസ് ഗുഡ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ എൻ്റെ ഒരു ബർത്ത്ഡേ എനിക്ക് അങ്ങനെ ഭയങ്കര സ്പെഷ്യൽ അല്ല. കാരണം എനിക്കങ്ങനെ സ്പെഷ്യൽ ബർത്ത്ഡേസ് ഒന്നുമില്ല. ഭയങ്കര കോമൺ ആയിട്ടുള്ള ബർത്ത്ഡേസ്, അല്ലെങ്കിൽ സെലിബ്രേഷൻ ഭയങ്കര ചെറിയ സെലിബ്രേഷൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര മെമ്മറബിൾ ബർത്ത്ഡേസ് ഒന്നുമില്ല. പക്ഷേ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ വാസ് ഗുഡ്. ഐ ഗോട്ട് ടു സെലിബ്രേറ്റഡ് വിത്ത് ഐ ഗോട്ട് ടു സെലിബ്രേറ്റഡ് വിത്ത് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെ, some of my closest friends, I mean one of them, some of my closest friends that I have got throughout my life. ഓക്കെ, ലൈക്ക് ഒരാളെ എനിക്ക് കുറച്ച് നേരത്തെ അറിയാമായിരുന്നു, പക്ഷെ ബാക്കി രണ്ടുപേരും എനിക്ക് ഈ വർഷം തന്നെ കഴിഞ്ഞ വർഷം അക്കാഡമിക് 12th 11th കിട്ടിയതാണ്. ആൻഡ് കുറേ സ്നേക്സ് ഒക്കെ ആയിട്ടായിരുന്നു എനിക്ക് അതിന് മുമ്പ്, എന്താ പറയുക, അങ്ങനെ നമ്മളായിപ്പോയി. ടോക്സിക് ഫ്രണ്ട് ഗ്രൂപ്പൊക്കെ ആയിരുന്നു, ഭയങ്കര ടോക്സിസിറ്റി, പിന്നെ തേർഡ് വീലിംഗ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും തേർഡ് വീലിംഗ്. അപ്പോൾ അതേപോലെ ആയിരുന്നു എൻ്റെ കഴിഞ്ഞ ഫ്രണ്ട് ഗ്രൂപ്പ്സൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് അവസാനം നമ്മൾ നല്ലൊരു ഫ്രണ്ട് ഗ്രൂപ്പിൽ വന്ന് പെട്ടപ്പോൾ ഐ ഫെൽറ്റ് വെരി ഹാപ്പി. അത് സെലിബ്രേറ്റ് ചെയ്ത രീതി, എല്ലാത്തിനും എഫേർട്ട് ഇട്ട്, ലൈക്ക് ഫോട്ടോസ് എടുക്കാനാണെങ്കിൽ പോലും ലൈറ്റൊക്കെ ഇട്ട്, എന്താ പറയുക, കേക്കൊക്കെ മുറിച്ച്, ഇറ്റ് വാസ് നൈസ്. അങ്ങനെ നമ്മൾ അതൊക്കെ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. കാരണം ഞാനൊന്നും എക്സ്പെക്ട് ചെയ്തില്ല, ഫ്രണ്ട്സ് വരുന്നുള്ളത് അങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. അതൊക്കെ ഒരു സർപ്രൈസ് ആയിരുന്നു. എനിക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നു. ആൻഡ് ഓൾസോ ഐ ഗോട്ട് സ്പോയിൽഡ് ദിസ് ബർത്ത്ഡേ എ ബിറ്റ്. ഈ ഫോൺ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫോണിൻ്റെ ഒരു ഇഷ്യൂ. അപ്പോൾ എനിക്ക് പുതിയ ഫോൺ കിട്ടി ആസ് പാർട്ട് ഓഫ് മൈ 18th ബർത്ത്ഡേ. പിന്നെ മൈ സിസ്റ്റർ, മൈ ഓൾഡർ സിസ്റ്റർ, ഷീ ഈസ് ലൈക്ക് മൈ ഓൾഡർ സിസ്റ്റർ. അപ്പോൾ ആളെനിക്ക് കുറേ ഗിഫ്റ്റൊക്കെ തൊട്ട് സ്പോയിൽ ചെയ്തു, ലൈക്ക് ബ്രോ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ബർത്ത്ഡേക്ക്. ആൻഡ് ദാറ്റ് വാസ് ഓൾസോ ഗുഡ്. ഇതൊക്കെയാണ് എൻ്റെ മേജർ ലൈഫ് അപ്ഡേറ്റ്സ് എന്ന് പറയാം. പിന്നെ നമ്മൾ 18 ഡ്രൈവിംഗ് സ്കൂളിൽ പോകണം, ലേണേഴ്സ് എക്സാം ആയിട്ടില്ല. പൊട്ടോ എന്തോ ചിലർ പറയുന്നു ഭയങ്കര എളുപ്പമുള്ള എക്സാമാണ്, പൊട്ടിയ മോശമാണ്. ചിലർ പറയുന്നു പൊട്ടാൻ ചാൻസ് ഉണ്ട്, പറയാൻ പറ്റില്ല. സോ മേ ബി പൊട്ടാണ്ടിരിക്കാൻ നോക്കാം. ഞാനതിൻ്റെ ഒക്കെ അപ്ഡേറ്റ് ഇടാം. ഓക്കെ, പിന്നെ വേറെന്താ, പിന്നെ എനിക്ക് ജിമ്മിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിൻ്റെ കാര്യം ഈ വീക്കെൻഡിൽ അറിയാൻ പറ്റും എന്താവും എങ്ങനെയാവും എന്നൊക്കെ. സോ വിൽ സീ അബൌട്ട് ദാറ്റ് ടു. ആൻഡ് സീ റിലേറ്റഡ് അപ്ഡേറ്റ്സ് ഐ വിൽ ബി അപ്ഡേറ്റിംഗ് യു ഗൈസ് മേ ബി സൂൺ. എന്തെങ്കിലുമൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ വരുമായിരിക്കും. ബട്ട് ലെറ്റ്സ് സീ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ലവ്ഡ് hearing me talk and just blabbering shits, but yeah, random സാധനങ്ങളാണ്. പക്ഷേ ഐ ലവ് ടോക്കിംഗ് ടു സമ്മൺ. ഓക്കെ, റാൻഡം ഫാക്ട് അബൌട്ട് മീ, എനിക്കങ്ങനെ ഭയങ്കര ഒരുപാട് അങ്ങനെ ഐ ഓൺലി ഹാവ് വെരി സ്മോൾ, എന്താ പറയുക, ഫ്രണ്ട് ഗ്രൂപ്പ്. ഓക്കെ, 4 പേര് അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഫ്രണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എല്ലാ രീതിയിലും നോക്കുമ്പോഴും 4-5 പേര് കാണുമ്പോൾ. ആൻഡ് ഐ ഡോണ്ട് ഹാവ് ലൈക്ക് എൻ്റെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള കസിൻസ്, അങ്ങനെയല്ല, ലൈക്ക് അറ്റ് ദ പ്രസൻറ്റ് മൊമെൻറ്റ് ഇല്ല. എന്തെങ്കിലും ഭയങ്കര വേറെ അബ്രോഡായിരിക്കും, ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര വലിയ കുട്ടികളാണ്. ഐ ഡോണ്ട് ഹാവ് നെയ്ബേഴ്സ് ഓഫ് മൈ സെയിം ഏജ്. സോ എനിക്ക് സംസാരിക്കാനായിട്ട് അതുകൊണ്ട് ഐ ലവ് ടോക്കിംഗ് ടു യു ഗൈസ്. സോ ഇതിപ്പോൾ കുറച്ചായില്ലേ, 35 മിനിറ്റ്, സൂപ്പർ. പ്ലീസ് യു ക്യാൻ ഐ തിങ്ക് സ്കിപ്പ് സം പാർട്ട്. കാരണം എനിക്കറിയില്ല എല്ലാവർക്കും ഇറ്റ് വോണ്ട് ബി, എന്താ പറയുക, എൻജോയബിൾ ആണ് തിങ്സോ. കാരണം എല്ലാവർക്കും ടോക്കിംഗ് വീഡിയോസ് ഇഷ്ടമാവുന്നില്ലല്ലോ. സോ ഐ ഹോപ്പ് യു എൻജോയ് മൈ വീഡിയോ. ഇനിയുള്ള വീഡിയോസും ചിലപ്പോൾ ഇത്ര ലോങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സാധനം പറഞ്ഞത് 2 weeks ഇട്ടിട്ടോ സ്കിപ്പ് ചെയ്ത് കണ്ടോളാം. ബട്ട് ഐ ഹോപ്പ് യു എൻജോയ് മൈ വീഡിയോ. ഇതേപോലെ ഇനിയും ബ്ലാബറിങ് സ്റ്റെപ്സ് ആയിട്ട് ഞാൻ ഇനിയും വരും. സോ ദാറ്റ്സ് ഇറ്റ്. ഐ വിൽ ഗിവ് യു അപ്ഡേറ്റ്സ്. ഓക്കെ, ടാറ്റാ.